ഇന്ന് നമുക്കിവിടെ ഒരു സൂപ്പറായ സാമ്പാർ വയ്ക്കണം എങ്ങനെ നോക്കാം. ഞാനിവിടെ ഒരു ബൗളിൽ പരിപ്പ് എടുത്തിട്ടുണ്ട്, സാമ്പാർ പരിപ്പ്. അടുത്ത് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് കുക്കറിൽ വെച്ച് അവിച്ചെടുക്കാം. അടുത്ത് അതിൻ്റെ മസാലകൾ: കടലപ്പരിപ്പ് 50 ഗ്രാം എടുത്തിട്ടുണ്ട് വറുക്കാനായിട്ട്, തോരൻ പരിപ്പ് 50 ഗ്രാം എടുത്തിട്ടുണ്ട്, ഇച്ചിരി കുറച്ച് ഇത് വെന്തയം, ഉലുവ, മല്ലി, പരിപ്പ്, ഉഴുന്നൻ പരിപ്പ്, ജീരകം, മുളക്, കായം, അതായത് നല്ല മുളക് കായം എടുത്തിട്ടുണ്ട്, മുളക് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ കുക്കറിൽ ഈ 2 പരിപ്പിനെയും അവിച്ചെടുക്കാം. നമ്മുടെ പരിപ്പ് രണ്ടും കൂട്ടി കഴുകി എടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഒരു 4 വിസിൽ വിട്ട് ഇതിനെ നമുക്ക് അവിച്ചെടുക്കാം. നമുക്കിനി ഈ മസാലകളൊക്കെ ഒന്ന് വറുത്തെടുക്കാം. എല്ലാം വറുത്ത് പൊടിക്കാൻ ഇതിനാദ്യം നമുക്ക് വറുത്തെടുക്കാം. ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ചോപ്പിച്ചെടുക്കാം. നല്ല കരിയരുത്, ചെറുതായിട്ടൊന്ന് ചോപ്പിച്ചെടുക്കാം. ഇതൊന്ന് ചുവത്തിട്ടുണ്ട്. അതിനുശേഷം മല്ലിയിട്ട്, കുരുമുളക്, ജീരകം, ഉലുവ, വറ്റലും മുളക്, കായം ഇട്ടിട്ടുണ്ട്. ഈ കായം ഇതിനോട് ചേർത്ത് നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കാം. ഇവിടെ ഞാൻ ഇത് വറുത്തെടുത്തിട്ടുണ്ട്, നല്ല ചുമന്ന് വറുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് മിക്സിക്കൊന്ന് ആറിയതിന് ശേഷം പൊടിച്ചെടുക്കാം. അടുത്ത് നമുക്കിതിന് ആവശ്യമുള്ള മലക്കറി എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഒരു 2 മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചിരിക്കണം. തക്കാളി, ഉള്ളി, ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അമരയ്ക്ക എടുത്തിരിക്കുന്നത്, ക്യാരറ്റ് എടുത്തിരിക്കുന്നത്, 2 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, ഒരു കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു കത്തരിക്ക. ഈ ഒരു കത്തരിക്കയും ഇതിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്ത് ഞാനൊരു 10 പല്ല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊക്കെ ഒന്ന് കടുക് പൊട്ടിച്ച് ഒന്ന് വശക്കിയെടുക്കാം. ഒരു 3 സ്പൂണ് എണ്ണ ഒഴിക്കണം. ഇതിൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. മുളക് ഞാൻ വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട്, കറിവേപ്പില. നമുക്കിതിൽ എടുത്ത് വെച്ച മലക്കറിയൊക്കെ ഇതിലിട്ട് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ മലക്കറിയൊക്കെ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന് ഇത്രയും പുളിവെള്ളം, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് അടപ്പ് കൊണ്ടൊന്ന് അടച്ചു വിടാം. മലക്കറി ഒന്ന് വെന്തോട്ടെ. ഇവിടെ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ആ മലക്കറി ഒന്ന് ഒഴിച്ച് രണ്ടും കൂടെ ചേർത്തൊന്ന് അവിച്ചെടുക്കാം. നമ്മളെ നാട്ടിൻപുറത്തിലുള്ള സംസാരം വ്യത്യാസമായിരിക്കും, തമിഴും മലയാളവും ഒക്കെ കലർന്നിരിക്കും. പക്ഷേ നമുക്കതാണ് രസം സംസാരിക്കാൻ. തമിഴ് വരും, മലയാളം വരും സംസാരിക്കുമ്പോൾ മൊത്തത്തിൽ 2 വരില്ല. നമ്മളെ ഇടത്തിലുള്ള സംസാരം അങ്ങനെയാണ്. ഇത് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. എല്ലാ മലക്കറിയും കുറച്ച് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചേർത്തൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അത് ഒന്നേന്ന് വേവിച്ച് എടുക്കാം. 2 സംസാരമായപ്പം എനിക്ക് സംസാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം വീഡിയോ എടുക്കുമ്പം തെറ്റുകുറ്റങ്ങളൊക്കെ ഇരിക്കും. അതുകൊണ്ട് എനിക്കൊരു പേടിയുമുണ്ട്. ശരി, സാരമില്ല. എന്തായിരുന്നാലും നമ്മളെ സംസാരം നമുക്ക് വലുതല്ലേ. നമ്മളെ സംസാരം എപ്പോഴുമേ നമുക്കിഷ്ടമാണ്. ഇതിന് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇത്
മലക്കറിയും ഇതൊക്കെ ഒന്ന് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇതിൽ നമുക്കിനി മസാല ഇട്ട് കൊടുക്കാം. ഞാൻ പൊടിച്ചെടുത്ത് വച്ചിരുന്ന മസാലയാണ്. നിങ്ങളും ഇതേപോലെ പൊടിച്ച് ചേർക്കണം. ഇപ്പം നല്ലവണ്ണം സാമ്പാർ നല്ലപോലെ നമ്മുടെ അടുത്തുള്ളൊരു സാമ്പാർ പെട്ടെന്ന് റെഡിയാക്കാനുള്ള ഒരു സാമ്പാർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനി ഇത്തോരം തേങ്ങാപ്പാൽ, ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വച്ചിരുന്ന തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചിട്ട് അധിക നേരം നമ്മൾ തിളയ്ക്കാൻ വിടണ്ട. ഇത് ഈ സാമ്പാർ നമ്മൾ ടേസ്റ്റിന് ഇഡ്ഡലിയിൽ ഒഴിച്ച് നമുക്ക് കഴിക്കാം. ഇനി നമ്മളിത്തിരി മല്ലിക്കുഴ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ മല്ലിക്കുഴ ചൂടുവെള്ളത്തിലിട്ട് ഇത്തിരി കഴുകി എടുത്തിട്ടുണ്ട്. അതാണ് അത് കരിഞ്ഞ പോലെ ഇരിക്കുന്നത്. ഇനി നമുക്കിത് ഇഡ്ഡലിയിൽ ഒഴിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ അടുത്തുള്ള സാമ്പാർ റെഡിയായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ പറയുന്ന, ഇവിടെ തമിഴ് മലയാളം കലർന്നാണ് സംസാരിക്കുന്നത്. അത് കാരണം ഇത്തിരി വ്യത്യാസങ്ങൾ വരും. സോറി.